സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ ഡേ പലതരത്തിലുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഒരു പടം ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ബട്ട് ഇതുകൂട്ടൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി സോണി നിന്നെ നമിച്ചു കഴിഞ്ഞു. ട്രെയിലർ ഇറങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പായിട്ട് ഫാൻസിന്റെ കയ്യിൽ തന്നെ ട്രെയിലറിന്റെ ഒഫീഷ്യൽ ട്രെയിലറിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ സെക്കൻഡ് വീതം ചന്ന ഭിന്നമായിട്ട് കൊടുത്ത് അവരുടെ കൈ കൊണ്ട് തന്നെ റിലീസ് ചെയ്യിപ്പിച്ച് അവസാനം അതിനെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ട്രെയിലറിന് മുമ്പേ ഒരു പ്രൊമോഷൻ അങ്ങനെ ഒരു വഴിക്ക്. അതിനുശേഷം സോണി ഇറക്കുന്ന അടുത്ത പരിപാടിയാണ് പടത്തിന്റെ ഒഫീഷ്യൽ പടത്തിന്റെ തന്നെ സ്ക്രിപ്റ്റിന്റെ ആദ്യത്തെ 3 പേജ് ഇപ്പോൾ ഒരു ഒഫീഷ്യലായിട്ട് ലീക്ക് ആക്കിയേക്കുവാണ്. ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ടേക്കുവാണ്. സോണി ഒരൊറ്റ സ്പൈഡർമാനെ വെച്ച് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കും. അപ്പോൾ അതെന്തേലും ആവട്ടെ, നമ്മളിപ്പോൾ ഒഫീഷ്യലായിട്ട് അവർ തന്നെ പുറത്തു വിട്ടിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റിന്റെ ആദ്യത്തെ 3 പേജുകളാണ് ഇവിടെ വിശദീകരിക്കാനായിട്ട് പോകുന്നത്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ആ ഒരു ഓപ്പണിംഗ് സീക്വൻസ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഡയലോഗ് ഇല്ല, നേരെ കാര്യത്തിലേക്ക് കിടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. പീറ്റർ പാർക്കറിന്റെ വോയിസ് ഓവറിലൂടെ പീറ്റർ പാർക്കറിന്റെ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ സീക്വൻസിലൂടെയാണ് പടം തന്നെ തുടങ്ങുന്നത്. അതിനൊപ്പം തന്നെ മാർവൽ സ്റ്റുഡിയോസിന്റെ ആ ഒരു ലോഗോവും പോകുന്നുണ്ട്. ലോഗോയിൽ നമ്മുടെ പീറ്റർ പാർക്കർ ഇതുവരെ കടന്നുപോയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. ആൻഡ് സർപ്രൈസിംഗ്ലി ആ ഒരു സാഹചര്യങ്ങളിലൊന്നും നമ്മൾ പീറ്റർ പാർക്കറിനെ കാണില്ല. പീറ്റർ പാർക്കറിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആ ഒരു നോവേ ഹോം സീക്വൻസുകളൊക്കെ ആയിരിക്കും ആ ഒരു ലോഗോയിൽ കാണുക. ലൈക്ക് വി ഓൾ നോ, ലോകം മൊത്തം ഇപ്പോൾ പീറ്റർ പാർക്കർ മറന്നിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ആരുടെ ഐഡിയയിലും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സീക്വൻസുകളൊക്കെ പീറ്റർ പാർക്കറിനെ മാറ്റി നിർത്തിക്കൊണ്ട് മൊത്തം വടിച്ചെടുത്തുകൊണ്ടുള്ള ഒരു സീക്വൻസുകളായിരിക്കും ആ ഒരു ലോഗോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. സീരിയസ്ലി നല്ലൊരു ടച്ചായിട്ട് തോന്നി എനിക്കത്. കാരണം പടത്തിന്റെ തുടക്കം തന്നെ ഓൾറെഡി നമ്മളൊരു സ്പൈഡർമാൻ പടം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മാർവൽ സ്റ്റുഡിയോസിന്റെ ലോഗോ കാണുന്ന സമയത്ത് മൊത്തത്തിലൊരു ആവേശം ആർപ്പുവിളി പരിപാടിയിലായിരിക്കും തുടങ്ങുക. ബട്ട് ഇത് കുറച്ചുകൂടെ ഒരു ഡിപ്രസിംഗ് രീതിയിലാണ് തുടങ്ങുന്നത്. സോ കാണാനിരിക്കുന്ന സ്പൈഡർമാൻ പടമാണെങ്കിലും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ്, അല്ലെങ്കിൽ സ്പൈഡർമാൻ്റെ കേസിൽ കുറച്ച് ഡിപ്രസിംഗ് പരിപാടികളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കാണാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം പടത്തിന്റെ ടൈറ്റിലിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഡെലിവർ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു പരിപാടി നൈസൊരു ടച്ച് ആയിരുന്നു. അതിനുശേഷം ലൈക്ക് ഐ സെഡ് ആ ഒരു വോയിസ് ഓവറിലൂടെ തന്നെയാണ് കണ്ടിന്യൂ ആവുന്നത്. ആ ഒരു വോയിസ് ഓവറിലോട്ട് നമുക്ക് വരാം. അതിന് മുമ്പ് പീറ്റർ പാർക്കർ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവേ ഹോമിന്റെ എൻഡിങ്ങിൽ പുള്ളി ഒരു അപ്പാർട്ട്മെന്റിലോട്ട് താമസം മാറുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഒരു ക്ലിയർ ആൻഡ് കട്ട് ആയിട്ടുള്ള ഒരു വിഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വളരെ ഇടുങ്ങിയ ഒരു കുരുവിക്കൂട് സെറ്റപ്പിലുള്ള വളരെ ചെറിയൊരു അപ്പാർട്ട്മെന്റ് ആണിത്. ആൻഡ് അവിടെ ഇരുന്നുകൊണ്ട് പീറ്റർ പാർക്കർ തന്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് തന്റെ വെബ് കാർട്രിഡ്ജസ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെ സ്റ്റാർക്കും മറ്റു പരിപാടികളൊന്നും ഇല്ലല്ലോ. സോ അതുകൊണ്ട് പുള്ളി തന്നെ വേണം ഇതൊക്കെ കാര്യമായിട്ട് ചെയ്യാനായിട്ട്. സോ ഇപ്പോൾ വെബ് കാർട്രിഡ്ജസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ബൾക്കായിട്ട് ഇരിക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടാവുക. ഞാനാണ് പീറ്റർ പാർക്കർ, എന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് വഴിയില്ല. ഞാൻ ആരാണെന്ന് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു തമാശയായിട്ട് തോന്നാം. പക്ഷേ അതാണ് ശരിയായ സത്യം. ഇതാണ് പീറ്ററിൻ്റെതായിട്ട് കേൾക്കുന്ന ആ ഒരു വോയിസ് ഓവർ. ഇതിനോട് അടുപ്പിച്ച് തന്നെ പീറ്ററിന് നല്ല രീതിക്ക് തലവേദന എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് തന്നെ അങ്ങ് മാറുന്നുണ്ട്. സോ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് എടുക്കാതെ പുള്ളിയുടെ പണിയിലോട്ട് തന്നെ തിരിച്ചു കയറുവാണ്. ബട്ട് അതങ്ങനെ നിസ്സാരമായിട്ട് കണ്ടു കളയേണ്ട ഒരു കാര്യമായിരുന്നില്ല ഒരു തലവേദന. ഇവിടെ തന്നെ ആ ഒരു ബ്രാക്കറ്റിൽ സ്പെസിഫൈ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, സയൻസ് ഓഫ് അൺഹെൽത്തി ലീവിങ്. അതായത് കാണുന്ന ഓഡിയൻസിന് ഇതൊരു ക്ലൂ ആണ്. പീറ്റർ പാർക്കർ ആ ഒരു മ്യൂട്ടേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ് എന്നുള്ളതിന്റെ ചെറിയൊരു ക്ലൂ. സോ പടത്തിന്റെ ഓപ്പണിംഗ് സീക്വൻസിൽ തന്നെ ഇങ്ങനെ ഒരു ചെറിയ ക്ലൂ ഓഡിയൻസിന്റെ ഇടയിൽ ഒരു മ്യൂട്ടേഷന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പടത്തിൽ ഇതിനൊരു പ്രധാന പങ്ക് വഹിക്കാനുണ്ട് ഈ ഒരു പ്ലോട്ടിന്. അതിനുശേഷം തന്നെ വെബ് ഷൂട്ടേഴ്സിന്റെ കാലിബ്രേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിയുടെ സഹായം ചോദിക്കുകയാണ് പീറ്റർ പാർക്കർ. ആരാണ് ഇപ്പോൾ ഇവി? പീറ്റർ പാർക്കറിന്റെ പുതിയ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെയൊക്കെ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് പീറ്റർ പാർക്കർ കടന്നു പോകുന്നത്. അതൊരു AI ആണ്. ഈഡിത്തും ജാർവിസും കേരനും ഒക്കെ കൊണ്ട് നടന്ന ചെക്കനാണ്. ഇപ്പൊ AI സഹായത്തോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വല്ലാത്തൊരു പോക്ക് തന്നെ. സോ പീറ്റർ പാർക്കർ എത്രമാത്രം ആ ഒരു എലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ടോടെ മനസ്സിലാവുന്നുണ്ട്. ഒരു AI ആണ് പുള്ളിയുടെ ഇപ്പോൾ ഒരു ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ് എന്ന് പറയുന്ന രീതിക്കൊക്കെ ഉള്ളത്. സോ ഇവിടെ നിന്ന് തന്നെ ആ ഒരു പീറ്റർ പാർക്കറിന്റെ ഏകാന്ത അവസ്ഥ കൃത്യമായിട്ട് പോർട്രേ ചെയ്ത് വിടുന്നുണ്ട്. സോ തന്നെ വെബ് കാർട്രിഡ്ജസിന്റെ പരിപാടിയൊക്കെ സെറ്റപ്പ് ആക്കിയതിനു ശേഷം തല ഉയർത്തി നോക്കുന്ന പീറ്റർ പാർക്കർ കാണുന്നത് നെഡിൻ്റെതായിട്ടുള്ള ആ ഒരു സ്റ്റാർ വാർസിന്റെ ലീഗോ ഡോൾ ഉണ്ടല്ലോ, ആ ഒരു ഡോളാണ്. ആൻഡ് അത് കാണുമ്പോൾ തന്നെ പുള്ളി കുറച്ച് നൊസ്റ്റാൾജിക് ആവുന്നുണ്ട്. ആൻഡ് അവിടെ എഴുന്നേറ്റ് ആ ഒരു ലീഗോ ഡോളിന്റെ അടിയിലുള്ള ഡ്രോയർ തുറന്ന് അതിൽ നിന്നൊരു കപ്പ് എടുക്കുവാണ്. ഈ കപ്പ് നിങ്ങൾ ഇതിന് മുമ്പേ കണ്ടിട്ടുണ്ടാവണം. നോവേ ഹോമിന്റെ എൻഡിങ്ങിൽ MJ കാണാൻ വേണ്ടിയിട്ട് പീറ്റർ പാർക്കർ ആ ഒരു കത്തും കൊണ്ട് ചെല്ലുന്ന സമയത്ത് അവിടെ വെച്ച് കത്ത് കൊടുക്കാതെ ഒരു ചായ മാത്രം കുടിച്ച് പോകുന്ന പീറ്റർ പാർക്കറിനെ കാണിച്ചിട്ടുണ്ടാവും. സോ ആ സമയത്ത് MJ പുള്ളിക്ക് ചായ കൊടുത്തിരിക്കുന്ന ആ ഒരു കപ്പ് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. അതിനകത്താണ് പുള്ളിക്കാരൻ അന്ന് കൊടുക്കാൻ വെച്ചിരുന്ന ആ ഒരു കത്തും എടുത്ത് വെച്ചേക്കുന്നത്. എൻ്റെ ആ ഒരു കത്ത് പുറത്തെടുത്തുകൊണ്ട് പുള്ളി വായിക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. മനസ്സിൽ വായിക്കുന്ന രീതിക്ക്. സോ ഇപ്പോഴാണ് ആ ഒരു എന്താ പറയുക, ഒരു വോയിസ് ഓവർ കണക്ട് ആവുന്നത് ഇവിടെയാണ്. ആ ഒരു കത്തിലുള്ള കാര്യങ്ങളാണ് പുള്ളി ഇപ്പോൾ ഒരു വോയിസ് ഓവർ ആയിട്ട് നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് പുള്ളിയുടെ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. നേരെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ എഴുതി കാണിക്കുന്നത് എങ്ങനെയാണ്, ഫ്ലവേഴ്സ് ഫോർ മെയ്. മേ ബി അത് ആൺമയുടെ ബർത്ത്ഡേ എങ്ങനെ ആയിരിക്കണം. സോ പുള്ളിക്കാരുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാനും പൂ വയ്ക്കാനൊക്കെ ആയിട്ട് പുള്ളി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനൊക്കെ ആയിരിക്കണം. സോ അത് കണ്ട് പുള്ളി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് അവിടെ നടന്നു പോവുകയാണ്. അതിനുശേഷം റൂമിന്റെ മറ്റൊരു മൂലയിലായിട്ട് ആ ഒരു ഹോം മെയ്ഡ് ഫാബ്രിക്കേറ്റർ ഇരിക്കുന്നുണ്ട്. ആൻഡ് അതിനകത്ത് സ്പൈഡർമാൻ്റെ ആ ഒരു ബാറ്റിൽ നശിച്ച സ്യൂട്ട് തന്നെ റിപ്പയർ ആവുന്ന രീതിയിലും കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഹോം മെയ്ഡ് ഫാബ്രിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെറ്റപ്പിനെ ഒരു 3D പ്രിന്ററിന്റെ ഒരു എൻഹാൻസ്ഡ് വേർഷൻ എന്നുള്ള രീതിയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് പീറ്റർ പാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് താമസമുള്ള അത്യാവശ്യം ജീനിയസ് സെറ്റപ്പ് ആണല്ലോ. സോ അതുകൊണ്ട് ഇതൊക്കെ പുള്ളിക്ക് ഒരു ജുജുബി മാറ്റേഴ്സ് എന്ന് വിചാരിക്കാം. വലിയൊരു നാശം ലോകത്തെ നോക്കി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുക എന്ന് പറയുന്നത് എൻ്റെ മാത്രം കടമയായിരുന്നു.
അതിനുവേണ്ടി ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഐഡന്റിറ്റി ആയിരുന്നു. ഈ ഒരു വോയിസ് ഓവർ കണ്ടിന്യൂ ആവുന്ന സമയത്ത് സ്പൈഡർമാൻ തന്റെ സ്യൂട്ട് ധരിച്ചുകൊണ്ട്, ഐ മീൻ മാസ്ക് ധരിച്ചിട്ടില്ല, സ്യൂട്ട് ബാക്കിയൊക്കെ ധരിച്ചുകൊണ്ട് ആ ഒരു വലിയ ടവറിന്റെ മണ്ടയ്ക്ക് നിൽക്കുകയാണ്. നമ്മൾ ആ ഒരു ട്രെയിലറിന്റെ തുടക്കം കണ്ടിരിക്കുന്ന ആ ഒരു സീക്വൻസ്. സോ അവിടെ നിന്നുകൊണ്ട് പുള്ളിക്കാരൻ ഫോണിൽ തന്നെ എന്തൊക്കെയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ നെഡ് എന്തോ പുതിയൊരു പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതെന്താണെന്ന് എടുത്ത് നോക്കുമ്പോൾ അതും നമ്മളൊരു ട്രെയിലറിൽ കണ്ട പരിപാടി തന്നെയാണ്. നെഡും MJയും കൂടെ ആദ്യമായിട്ട് ഫ്രഷ്മാൻ ഇയറിലോട്ട് കിടക്കുന്ന രീതിക്കുള്ള ആ ഒരു സീക്വൻസ്. സ്പൈഡർമാൻ എന്ന നിലയ്ക്ക് ഞാൻ എടുക്കുന്ന ചില തീരുമാനങ്ങൾ തെറ്റിപ്പോകാറുണ്ട്. എന്നാൽ അത് തെറ്റിപ്പോവുകയാണെങ്കിൽ അത് സ്പൈഡർമാൻ മാത്രമല്ല, പീറ്റർ പാർക്കറിന്റെ ജീവിതത്തെ കൂടിയാണ് മാറ്റിമറിക്കുന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പീറ്റർ പാർക്കർ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ പ്രോപ്പർ വിഷൻ കൃത്യമായിട്ട് കിട്ടുവാണ്. ഓഫ് കോഴ്സ് ആ ഒരു ട്രെയിലറിൽ കാണിച്ച പോലെ അത്രയും വലിയൊരു മണ്ടയ്ക്ക് അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് പുള്ളി ഇരിക്കുന്നത്. സ്പൈഡർമാൻ ഇരിക്കുന്ന ആ ഒരു പൊസിഷന്റെ ആ ഒരു ഹൈറ്റ് കൃത്യമായിട്ട് കാണുന്ന ഓഡിയൻസിന് ഫീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ആ ഒരു ഷോട്ട് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള രീതിക്ക് അതിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ആ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ ആ ഒരു ഷോട്ട് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സോ പടത്തിൽ അതെങ്ങനെ വരുമെന്ന് നോക്കാം. സത്യമായ കാര്യം എന്തെന്നാൽ ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. നിന്റെ അടിമനസ്സിൽ നീയും എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും എൻ്റെ വിധി. ഒന്നും നിന്നോട് പറയാൻ കഴിയാതെ ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ ജീവിച്ചു തീർക്കണമായിരിക്കും. റൈറ്റ് നൗ മേ ബി ഐ ജസ്റ്റ് നീഡ് ടു ബി സ്പൈഡർമാൻ. സോ പീറ്റർ പാർക്കർ കത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഈ ഒരു വോയിസ് ഓവറായിട്ട് കേൾക്കുന്നത്. സോ ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് പുള്ളി ഇത് ആ ഒരു കത്ത് MJക്ക് കൊടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോടെ അല്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ട് തൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളൊരു കാര്യം പുള്ളിയോട് തന്നെ പറയുന്ന രീതിക്ക് എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. സോ പുള്ളിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വിഷമം ഇപ്പോഴും നീറ്റിക്കിടപ്പുണ്ട്. എന്നാൽ പോലും ഒരു പരിധി വരെ പീറ്റർ പാർക്കർ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. തനിക്ക് ഇനി ഒരിക്കലും ആ ഒരു പഴയ ആ ഒരു ലൈഫ് സർക്കിളിലോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ഒരു പരിധി വരെ ആക്സെപ്റ്റഡ് ആണ് പുള്ളി. മൂവ് ഓൺ ആയെന്ന് പറയുന്നില്ല, ഹീസ് ജസ്റ്റ് ആക്സെപ്റ്റഡ് ഹീസ് ഫേറ്റ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അതായത് കുറച്ച് വിഷമത്തോടെ ആണെങ്കിലും ഓക്കെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ജീവിച്ചു പോകണം എന്നുള്ളൊരു നിലയ്ക്ക് ആ ഒരു ലൈഫ് സർക്കിളിലൂടെയാണ് ഇപ്പോൾ പീറ്റർ പാർക്കർ കടന്നു പോകുന്നത്. അറ്റ്ലീസ്റ്റ് ഇത് വായിക്കുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് പീറ്റർ ഇപ്പോൾ നിൽക്കുന്നതെന്ന് തോന്നുന്നു. നോക്കാം പടം വരുമ്പോൾ അത് ഏതൊരു രീതിക്കാണ് വർക്കൗട്ടായി വരുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ആ ഒരു വോയിസ് ഓവറിന് ശേഷം നേരെ പോലീസിന്റെ സൈറൻ മുഴങ്ങുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ആണ് പ്ലേ ആവുന്നത്. അവിടെ നിന്ന് നേരെ പീറ്റർ പാർക്കർ ആ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് ചാടി നേരെ ആ ഒരു ക്രൈമിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന രീതിയിൽ പോകുന്ന സ്ഥലത്താണ് ഈ ഒരു സ്ക്രിപ്റ്റ് അവസാനിക്കുന്നത്. അതിനുശേഷം പിന്നെ കുറച്ച് മോണ്ടേജ് സീക്വൻസുകൾ തുടങ്ങുന്ന എന്നൊരു രീതിക്കും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മോണ്ടേജ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഇതിനോടകം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോവേ ഹോമിന്റെ ഇവന്റ്സ് നടന്നതിന് ശേഷം ഒരു 9 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന സംഭവങ്ങളാണ്. ആൻഡ് അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്പൈഡർമാൻ ബ്രാൻഡിയുടെ പടത്തിലെ മെയിൻ ഇവന്റ്സിലോട്ട് കടക്കുന്നത് നോവേ ഹോമിൽ ഇവന്റ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു 4 വർഷം തന്നെ കടന്നു പോയതിനു ശേഷമാണ്. സോ ആ ഒരു 4 വർഷത്തെ ടൈം ഗ്യാപ്പിൽ സ്പൈഡർമാൻ ആരൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്തു, എത്രമാത്രം ആ ഒരു ക്യാരക്ടർ ആർക്ക് വ്യത്യാസപ്പെട്ട് വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മോണ്ടേജ് സീക്വൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അതും നമ്മൾ ഒഫീഷ്യലായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ആ ഒരു ട്രെയിലറിൽ ഒരു ഗ്ലിംസ് പോലെ കണ്ടിട്ടുണ്ടാവും. സോ അതിനെ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കുവാണ്. നേരിട്ട് ഒരു മോണ്ടേജ് സീക്വൻസുകളാണ് അടുത്ത് പ്ലേ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിക്ക് പറഞ്ഞു വെച്ചേക്കുവാണ്. ആൻഡ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു സ്ക്രിപ്റ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ പീറ്റർ പാർക്കറിന്റെ ആ ഒരു ഷൂട്ട്, ഐ മീൻ സ്പൈഡർമാൻ്റെ ആ ഒരു ഷൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടോബി മെഗിയറിന്റെയും ആൻഡ്രൂ ഗാർഫീൽഡിന്റെയും ഷൂട്ടുകളെ ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന പോലെ ഒരു ഐക്കോണിക് പരിപാടിയായിരിക്കും എന്ന് കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇതുവരെ നമ്മൾ ടോം ഹോളണ്ടിന്റെ ഭാഗമായിട്ട് കണ്ടിട്ടുള്ള സ്പൈഡർമാൻ്റെ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സ്പൈഡർമാൻ ഷൂട്ടുകളിൽ തന്നെ ഈ ഒരു CGയുടെ അതിപ്രസരം വന്നിട്ടുള്ള ഈ ഒരു ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ്റെ ഷൂട്ടിലാണ്. ഓഫ് കോഴ്സ് അതിന് കാരണമുണ്ട്. ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ടെക്നോളജിയുടെ വലിയൊരു സൗഭാഗ്യം അനുഭവിച്ച് വളർന്ന ഒരു പരിപാടിയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഷൂട്ടിലും ആ ഒരു റിച്ച്നെസ് ഉണ്ടായിരുന്നു. ബട്ട് സ്പൈഡർമാൻ്റെ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ഒരു റിച്ച്നെസ് അല്ല. സ്റ്റാൻലി തന്നെ പറഞ്ഞത് കേട്ടിട്ടില്ലേ, സ്പൈഡർമാൻ്റെ ഷൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്പൈഡർമാൻ്റെ ക്യാരക്ടർ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും ആ ഒരു ഷൂട്ടിനുള്ളിൽ സങ്കല്പിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ്. സോ അത്തരത്തിലുള്ള ടെക്നോളജിയിലോട്ട് അത്ര കണ്ട് കിടക്കാതെ ഒരു ഒതന്റിസിറ്റി കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പൈഡർമാൻ ഷൂട്ട് ധരിക്കാനുള്ള ഒരു ടോം ഹോളണ്ടിന്റെ അവസരം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് വൈസ് ആയാലും പ്ലോട്ട് വൈസ് ആയാലും ഇപ്പോഴാണ് കറക്റ്റായിട്ട് വന്നു ചേർന്നിട്ടുള്ളത്. സോ ടോബി മെഗിറിന്റെ ആ ഒരു സ്പൈഡർമാൻ ഷൂട്ടിനുള്ള ആ ഒരു ഒതന്റിക് ഫീൽ ഈ ഒരു പടത്തിൽ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ ഷൂട്ടിനും ഉണ്ടായിരിക്കുമെന്നും ആൻഡ് ഓഫ് കോഴ്സ് സ്പൈഡർമാൻ്റെ ആ ഒരു സ്വിംഗിങ് സീക്വൻസുകളിൽ തീർച്ചയായിട്ടും ആൻഡ്രൂ ഗാർഫീൽഡിന്റെ ആ ഒരു സ്വിംഗിങ് സീക്വൻസുകളിൽ നിന്ന് തീർച്ചയായിട്ടും റെഫറൻസ് എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിക്കും ആ ഒരു സ്ക്രിപ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അമേസിംഗ് സ്പൈഡർമാൻ മൂവി ചെയ്ത് തന്നെ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാൻ്റെ ആ ഒരു സ്വിംഗിങ് സീക്വൻസിലൊക്കെ കാറ്റടിച്ചിട്ട് ആ ഒരു ഷൂട്ട് റിങ്കിൾസ് വരുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടാവും. സോ അതുകൂടി തന്നെ ട്രെയിലറിലും ടോം ഹോളണ്ടിന്റെ ആ ഷൂട്ടിൽ കാറ്റടിച്ചിട്ട് ഇങ്ങനെ റിങ്കിൾസ് വരുന്നത് ആദ്യമായിട്ടാണ് ഈ ടോം ഹോളണ്ടിന്റെ കേസിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു 3 പേജുകളിലായിട്ട് വന്നിട്ടുള്ള ഓപ്പണിംഗ് സീക്വൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടൺ ചുമ്മാ ഇറങ്ങിയിരിക്കുന്ന ഒരു പരിപാടിയല്ല. പടം ഏതൊരു രീതിക്ക് വരണം, എങ്ങനെ ആളുകളിലേക്ക് എത്തണം എന്നുള്ളൊരു കാര്യത്തിൽ ക്ലിയർ ആൻഡ് കട്ടായിട്ടുള്ള ഒരു വിഷൻ പുള്ളിയുടെ ബേസിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം ഈ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അത് എത്ര കണ്ട് പടത്തി വരുമെന്നുള്ളൊരു കാര്യം മാത്രം ഇനി കണ്ടറിഞ്ഞാൽ മതി. സോ അപ്പോൾ സോണിയുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിയെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളൊരു കാര്യം, ഇത് എത്ര കണ്ട് സ്പൈഡർമാൻ ബ്രാൻഡിയുടെ ഒരു പടത്തിന്റെ ഹൈപ്പ് കയറ്റാൻ സഹായിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്നുള്ളൊരു കാര്യവും, മൊത്തത്തിൽ സോണി ഈ ഒരു സ്പൈഡർമാൻ ബ്രാൻഡിയുടെ പടത്തെ ട്രീറ്റ് ചെയ്യുന്ന വിധത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു കാര്യമൊക്കെ കൂടെ ഒന്ന് പറഞ്ഞു ഞാൻ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.